നമുക്ക് ഒരതിഥി കൂടി ഉണ്ട്. നമ്മളിത് അവസാനത്തെ ന്യൂസ് മോർണിംഗിൽ അവസാനത്തെ അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്, നവ്യാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അംഗം കുറിച്ചതാണ്. അപ്പോൾ UDF-ന്റെയും LDF-ന്റെയും പ്രതിനിധികളെ നേരത്തെ നമ്മൾ ക്ഷണിച്ചു, അവരുടെയൊക്കെ പ്രതീക്ഷകൾ അറിഞ്ഞു. ഇനിയിപ്പോൾ BJP പ്രതിനിധി നവ്യ ഹരിദാസ്. ഒരുപാട് പ്രചാരണ രംഗമൊക്കെ അങ്ങ് രണ്ടാം ഫേസിലോട്ട് അല്ലെ, അവസാന ലാപ്പിലോട്ടാണല്ലോ. അതെ. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇലക്ഷന് മുൻപിലുള്ളത്. ഇതുവരെയുള്ള പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായിട്ട് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ പ്രചരണം, ചൂടേറിയ നിമിഷങ്ങൾ വരാനിരിക്കുന്നു. നിലവിൽ കൗൺസിലറാണ്, 2 തവണ കൗൺസിലറായി. BJP-യുടെ കോർപ്പറേഷനിലെ ലീഡറാണ്. അതേ സെയിം വാർഡിൽ തന്നെയാണ് കുറി മത്സരിക്കുന്നത്. വാർഡിന്റെ പേര് കാരപ്പറമ്പ് എന്ന് തന്നെയാണ്. പക്ഷേ വിഭജനത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വാർഡിൽ വന്നുപോയി. മുൻപുണ്ടായിരുന്നത് 6000 ചില്ലാൻ വോട്ടുകളായിരുന്നെങ്കിൽ ഇപ്പോൾ 4000 വോട്ടുകൾ മാത്രമായിട്ട് ചുരുങ്ങുകയും ഉണ്ടായിരുന്ന പല വോട്ടർമാരെയും വെട്ടി മറ്റ് വാർഡുകളിലേക്ക് മാറ്റി പല ഭാഗങ്ങളിൽ നിന്നായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്കാണ് കാരപ്പറമ്പ് വാർഡ് മാറിയിട്ടുള്ളത്. പുതിയ രീതിയിൽ മാറിയാലും നവ്യയെ കാരപ്പറമ്പ് കൈവിടില്ല എന്നാണോ? ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. ശരി. അപ്പോൾ എങ്ങനെയാണ് BJP-യുടെ പ്രതീക്ഷകൾ? കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റെണ്ണം കൂട്ടാൻ കഴിയും? ഏതായാലും കോർപ്പറേഷൻ പിടിക്കാമെന്ന അത്രയും കടന്നാഗ്രഹമൊന്നുമില്ലല്ലോ അല്ലേ? കോർപ്പറേഷൻ പിടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് BJP പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് മാറി മറയുന്നതല്ല കാര്യങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിരുന്നാലും വലിയ മുന്നേറ്റം BJP-യുടെ ഭാഗത്തു നിന്നും ഇത്തവണ കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിലവിൽ 7 സീറ്റാണുള്ളത്. കഴിഞ്ഞ ഇലക്ഷനിലും 7 സീറ്റായിരുന്നു, 2020-ലും 7 സീറ്റായിരുന്നു. 22 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. പല വാർഡുകളും നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് 3ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ വാർഡുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ 1ാം സ്ഥാനത്ത് എത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ സക്സസ് ആണ്. വികസന മുരടിപ്പ് തന്നെയാണോ പ്രധാന പ്രചാരണ ആയുധം? വികസന മുരടിപ്പും മറുവശത്ത് കേന്ദ്ര പദ്ധതികളുടെ ആവിഷ്കരണം മൂലം ഇവിടെ വന്നിട്ടുള്ള വികസനവും. കോഴിക്കോട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ഈ കോർപ്പറേഷന്റെ പരിധി എടുത്തു നോക്കുന്ന സമയത്തും ഇവിടെ വന്നിട്ടുള്ള പുരോഗമനാത്മകമായിട്ടുള്ള പരിപാടികൾ മുഴുവൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളതും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലൂടെയാണ്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ഉയർത്തി കാണിച്ചുകൊണ്ടും കോർപ്പറേഷൻ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും പാലിക്കാൻ പറ്റാതിരുന്ന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമായിരിക്കും ഞങ്ങളുടെ പ്രചരണം. ഏതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം നടപ്പാക്കിയിട്ടുള്ളത്? നിങ്ങളത് വോട്ടർമാരോട് എങ്ങനെയാണത് പറയുന്നത്? ഇന്ന് നഗരത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ മാലിന്യ സംസ്കരണം തന്നെയാണ്. ഇവിടെ സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടി ഒലിച്ചുകൊണ്ടും വളരെ മാലിന്യം പേറുന്ന ഒരു ദുരവസ്ഥയിൽ നമ്മുടെ ഈ കോർപ്പറേഷന്റെ പരിധിയിൽ മറ്റു പുറമേക്ക് നമുക്ക് കയറി ചെല്ലേണ്ട ആവശ്യമില്ല. കോർപ്പറേഷന്റെ കോമ്പൗണ്ട് അടക്കം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു STP കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലൂടെയാണ്. ആവിക്കൽ തോടിൽ ഒരു STP കൊണ്ടുവരണം എന്നുള്ളതും ഫണ്ട് അനുവദിച്ചതും കേന്ദ്ര സർക്കാരാണ്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ അത് നടപ്പിലാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു ന്യൂനതയായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് നമ്മൾ ടൗണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നഗരം ഒരു മഴ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ടിലാണ്ട് പോകുന്ന ഒരു സാഹചര്യം. ആ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ട്രോം വാട്ടർ ഡ്രെയിനേജുകൾക്ക് വേണ്ടി കോടികളാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. പക്ഷെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള നിർമ്മാണം മൂലം ഇന്നും നമ്മുടെ നഗരപ്രദേശം ഇത്രത്തോളം കോടി രൂപ ലഭിച്ചിട്ടും ആ കോടി രൂപ ചെലവഴിച്ചുവെന്ന് കോർപ്പറേഷൻ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഇന്നും നമ്മുടെ നഗരഹൃദയം വെള്ളക്കെട്ടിലാണ്. ഈ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മറിച്ച് ഈ മാവ് റോഡ് ഭാഗത്തൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ്, അവിടെ വന്നിരിക്കുന്ന എസ്കലേറ്റർ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. 27 ഇടങ്ങളിൽ കോർപ്പറേഷനിൽ 27 വാർഡുകളിൽ ആരോഗ്യ മന്ദിർ സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ, അത് 100% കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് തന്നെയാണ്. ശരി, ഇനി എന്തൊക്കെയാണ് കോഴിക്കോടിന് വേണ്ടത്? എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും? മാലിന്യ സംസ്കരണ രംഗത്ത് സമഗ്രമായിട്ടുള്ള മാറ്റം കോഴിക്കോട് കോർപ്പറേഷനിൽ കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പലയിടങ്ങളിലും 50 രൂപ എന്ന് പറഞ്ഞ നമ്മുടെ കാഴ്ചപ്പാടിൽ തുച്ഛമായിട്ടുള്ള രൂപയാണെങ്കിലും അത് കൊടുത്തുകൊണ്ട് മാലിന്യം വീടുകളിൽ നിന്നും ഒഴിവാക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ ഇന്നും നമ്മുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് നമ്മൾ തെരുവിലൂടെ നടക്കുമ്പോഴും പല ഇടവഴികളിലൂടെ പോകുമ്പോഴും മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് വിച്ഛേദിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ജനങ്ങളിൽ നിന്ന് ഒരു തുക പോലും ഈടാക്കാതെയാണ് പല ഭാഗങ്ങളിൽ
യൂസർ ഫീ ഒഴിവാക്കിക്കൊണ്ടാണ് പലയിടങ്ങളിലും. ആ യൂസർ ഫീ ഒഴിവാക്കിക്കൊണ്ടുള്ള മാലിന്യ സംസ്കരണത്തിനായിരിക്കും BJP ഊന്നൽ നൽകുന്നത്. അപ്പോൾ താങ്ക് യു, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പ്രചാരണമൊക്കെ നല്ല അടിപൊളിയായി നടക്കട്ടെ. താങ്ക് യു. ശരി, അപ്പോൾ എന്തായാലും BJPക്ക് നിലവിൽ 7 സീറ്റുകളുണ്ട്. ആ സീറ്റെണ്ണം കൂട്ടും, പതിയെ ഭരണം പിടിക്കാം എന്നതൊക്കെയാണ് BJPയുടെ പെട്ടെന്ന് അത്ര തിരക്കില്ല. ഇപ്പൊ കിട്ടിയില്ലല്ലോ, ഭാവിയിലാണ് അവരുടെ ഒരു പ്ലാൻ ഉള്ളത്.